ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ ചാനലിലേക്ക് സ്വാഗതം. ഗുഡ് മോർണിംഗ് ഓൾ. അപ്പോൾ ഞാനിത് റെഡിയായി നിൽക്കുന്നത് ഒരു സ്ഥലം വരെ പോകാനാണ്. കുറേ നാളായി ഞങ്ങൾ ആഗ്രഹിക്കുന്നതാണ്, കുറേ നാളായി വിചാരിക്കുകയാണ് നമ്മൾ പക്ഷിക്കടവ് മുത്തപ്പനെ കാണാൻ വേണ്ടി പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നാണ് ആ ദിവസം ഞങ്ങളെല്ലാവരും കൂടെ പോവാണ്. അപ്പോൾ നമുക്ക് ഇന്ന് കാണാം. അപ്പോൾ ഇത് ഈ ഡ്രസ്സാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇന്ന് ഈ സെറ്റ് കൊണ്ടേ ഉള്ളൂന്ന്. അപ്പോൾ ഇത് കുറേ മുന്നേ ഞങ്ങൾ വിചാരിച്ചായിരുന്നു നമ്മൾ പക്ഷിയിൽ പോകണമെന്ന്. പക്ഷേ ഇന്നാണത് നടന്നത്. അപ്പോൾ അന്ന് പോകുമ്പോൾ ഇതെടുക്കാമെന്നാണ് വിചാരിച്ചിരുന്നത്. എനിക്ക് ആദ്യമായിട്ട് വിഷുവിന് തുടങ്ങി തന്നെ വിഷുക്കോടിയാണ്. അപ്പോൾ നമ്മൾ ഇതൊക്കെ ഇട്ട് പോവാണ്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ കാണാം. അപ്പോൾ ഇത് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ ഇറങ്ങണമെന്ന് വിചാരിച്ചായിരുന്നു, പക്ഷെ കുറച്ച് ലേറ്റായിപ്പോയി. കുറേ ദൂരം പോകാനുള്ളതാണ്, പക്ഷെ കുഴപ്പമില്ല, നമ്മൾ എന്തായാലും പോകണമെന്ന് വിചാരിച്ചുകൊണ്ട് ഇതേ പോവുകയാണ്. അപ്പോൾ ഇതേ നമ്മൾ എല്ലാവരും കൂടെ പോകുന്നത്, അച്ഛനും അമ്മയും ഏട്ടനും ഞാനും അച്ഛമ്മയും ഒക്കെ കൂടെ പോകുന്നത്. അപ്പോൾ നമ്മൾ പോണ വഴിയിലൊക്കെ ഇതേ റോഡ് പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റേതായ ചെറിയ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ പോവാണ്. അങ്ങനെ നമ്മൾ 9 മണിയായപ്പോൾ വിശക്കാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി കയറി. അപ്പോൾ ഏട്ടനും അച്ഛനും പുട്ടൊക്കെയാണ് കഴിച്ചത്. ഞാനവിടെ ചെന്നപ്പോൾ നമ്മുടെ കണ്ണൂരിൻ്റെ സ്പെഷ്യൽ ആയിട്ടുള്ള നെയ്പത്തിരി പിന്നെ ചെറുപയറൊക്കെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ കൂടെ കഴിച്ചത് ഞങ്ങൾ വീണ്ടും നമ്മുടെ യാത്ര തുടങ്ങിയിരിക്കുകയാണ്. കുറേ ദൂരം പോകാനുണ്ട്. ഇതിന് മുമ്പൊക്കെ പോയപ്പോൾ ഇത്ര ദൂരമുള്ളതായിട്ട് ഫീൽ ചെയ്തിട്ടില്ല. പക്ഷെ അത് പോയത് കുറേ മുൻപാണ്. ഞാനൊരു 5ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴാണ് തോന്നുന്നു ലാസ്റ്റായിട്ട് പോയത്. അപ്പോൾ അതിനുശേഷം ഇന്നാണ് പോകുന്നത്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്, കുറേ ആഗ്രഹിച്ച് ഇന്ന് പോവാണ്. അപ്പോൾ നമ്മളപ്പോൾ വിചാരിച്ചു ട്രെയിനിൽ വന്നാൽ മതിയായിരുന്നു, അങ്ങനെയാണെങ്കിൽ ഒന്നും കൂടെ നേരത്തെ എത്തായിരുന്നു എന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ നമ്മൾ നമ്മുടെ വളപട്ടണം പുഴയാണിത്. കണ്ണൂരിലെ ഏറ്റവും വലിയ നദിയാണ്. അതിൻ്റെ ഓരത്താണ് നമ്മുടെ മുത്തപ്പൻ്റെ ഈ ഒരു ക്ഷേത്രം എന്നും പറയും, മടപ്പുര എന്നും പറയും. അങ്ങനെ അവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ നേരെ ഈ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നമ്മൾ നേരെ പോവുകയാണ്. നല്ല തിരക്കുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു വെക്കേഷനൊക്കെ ആയതുകൊണ്ട് നല്ല തിരക്കാണ്. നമ്മൾ ഓണം വെക്കേഷനാണ് പോകുന്നത്. അങ്ങനെ നല്ല അത്യാവശ്യം തിരക്കുണ്ട്. പിന്നെ അവിടെ ചെല്ലുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം ഇങ്ങനെ കുറേ നായ്ക്കുട്ടികളുണ്ടാവും. അവർ തന്നെ ഫ്രീ ആയിട്ട് നമ്മളൊന്നും ചെയ്യാതെ ഇങ്ങനെ നടക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ നേരെ നടന്ന് പോവുകയാണ്. നല്ല തിരക്കാണ്. നമ്മളവിടെ ചെല്ലുമ്പോൾ തന്നെ നമുക്ക് അവർ ഒരു അതിഥിയെ സ്വീകരിക്കുന്ന പോലെ നമുക്ക് ചായയും ഒരു മമ്പയറും തേങ്ങാപ്പൂളും ഒക്കെ തരും. നമുക്ക് അതൊരു ശരിക്കും ഒരു നല്ലൊരു ഫീലിംഗാണ്. അങ്ങനെ ഞങ്ങൾ അതൊക്കെ ഇരുന്ന് കഴിച്ചു. നല്ല അടിപൊളിയായിരുന്നു. അങ്ങനെ നമ്മൾ പോകുമ്പോൾ ഇവിടെ ചോറൂണൊക്കെ നടക്കുന്നുണ്ട്. എൻ്റെ ഏട്ടൻ്റെയൊക്കെ ചോറൂണ് ഇവിടെ നിന്ന് നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നെക്സ്റ്റൊക്കെ വന്ന് ഞങ്ങൾ നേരെ നമ്മുടെ പുഴയോരത്തേക്ക് പോയി കാലൊക്കെ ഒന്ന് കഴുകിയതിന് ശേഷം ശരിക്കും നല്ല അടിപൊളി ഒരു സ്പോട്ടാണ് കേട്ടോ. ഇവിടെ ബോട്ട് സർവീസൊക്കെ നടത്തുന്നുണ്ട്. കണ്ടോ, നല്ല അടിപൊളിയാണ്. ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ. അപ്പോൾ നല്ല രസമായിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ കുറച്ച് നേരം അവിടെ നോക്കിയിരുന്ന് നമ്മൾ നേരെ തൊഴാൻ വേണ്ടിയിട്ട് അകത്തേക്ക് കയറി. ഈ അമ്പലത്തിൻ്റെ ഇവിടെ എപ്പോഴും ഓപ്പൺ ആണ്. രാവിലെയും വൈകുന്നേരമൊക്കെയാണ് ഇവിടെ ഒന്നും കൂടെ അടിപൊളി എന്നാണ് പറഞ്ഞത്. അങ്ങനെ നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി. അങ്ങനെ അവിടുന്ന് പ്രസാദമൊക്കെ കഴിച്ച് പിന്നെ നമ്മൾ പുഴയോരത്ത് കുറച്ച് നേരം നോക്കി കഴിച്ചു. പക്ഷെ നല്ല വെയിലായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്നിട്ട് വേഗം കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് തിരിച്ചു പോകാമെന്ന് വിചാരിച്ചു. നല്ല വെയിലുണ്ടായിരുന്നു എന്നാലും, പക്ഷെ ഭയങ്കര ഹാപ്പിയായി. അങ്ങനെ തിരിച്ചു പോവാണ്. എൻ്റെ കണ്ണ് ഫുൾ കടകളിലേക്കൊക്കെ ആയിരുന്നു. പക്ഷേ കുഴപ്പമില്ല, നമ്മൾ എന്തെങ്കിലുമൊക്കെ വാങ്ങാനൊക്കെ മനസ്സിലിട്ട് തന്നെ പോവാണ്. അങ്ങനല്ല അത് അല്ല, ഇങ്ങനെ നോക്കട്ടെ, കാണിച്ചായോ? കാണിക്കേ. അപ്പം ഞാനിതേ ഒരു കുപ്പിവളയും കമ്മലൊക്കെ വാങ്ങി. പിന്നെ നോക്കി അത് വാങ്ങാന്നൊക്കെ വിചാരിച്ചതേ പോവാണ്. അപ്പം അപ്പുറത്തെ കടയിൽ ഒരുപാട് നല്ല അടിപൊളി ക്യൂട്ടായിട്ടുള്ള പാവക്കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കണ്ടപ്പോൾ വാങ്ങണം എന്ന് തോന്നി. പണ്ടായിരുന്നെങ്കിൽ ഞാൻ കരഞ്ഞച്ഛനെ കൊണ്ട് വാങ്ങിച്ചത്. പിന്നെ വിചാരിച്ചു വേണ്ടാന്ന്. അങ്ങനെ
നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്ത് ദേ ഇവിടെ നല്ലൊരു അടിപൊളി ഒരു സീനറി ഉണ്ട്. നല്ല ബോട്ടൊക്കെ ബോട്ട് സർവീസൊക്കെ നടത്തുന്നുണ്ട്. നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസും കൂടെ ആയിട്ട് അവർ അത് ആക്റ്റീവ് ആക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന്. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ തിരിച്ചു പോകാനുള്ള ഒരു പ്ലാനിലൊക്കെയാണ്. എല്ലാവരും നല്ല ഹാപ്പിയായി. കാരണം കുറേ നാളായിട്ട് ആഗ്രഹിച്ചായിരുന്നു മുത്തപ്പനൊന്ന് വന്ന് കാണാനൊന്ന്. അങ്ങനെ ഞങ്ങൾ കണ്ട് ഹാപ്പിയായി നമ്മൾ തിരിച്ചു പോവുകയാണ്. വന്ന് തൊഴുമെന്ന് മാത്രമേ ഞങ്ങൾ വിചാരിച്ചിരുന്നുള്ളൂ. പക്ഷെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് പ്രസാദവും കഴിക്കാൻ പറ്റി. അങ്ങനെ ഞങ്ങൾ പോവുകയാണ്. നമ്മുടെ മുത്തപ്പൻ്റെ അമ്പലം അവിടെയാണ്. നല്ല അടിപൊളി മുത്തപ്പനോട് നമ്മൾ എന്ത് കാര്യം പറഞ്ഞാലും സാധിക്കും എന്നുള്ളതാണ് ഒരു വിശ്വാസം. അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്കാണ് ഏട്ടൻ പറഞ്ഞ് നമുക്ക് കണ്ണൂർ കോക്ടെയിൽ കുടിക്കാതെ. ഞാനിങ്ങനെ റീൽസിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ വിചാരിച്ചു എന്തായാലും നമുക്കതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നല്ല തിരക്കായിരുന്നു. നമ്മൾ റോഡിൽ നിന്ന് പറഞ്ഞാൽ അവരിങ്ങനെ കൊണ്ടുതരും. അത്രയും തിരക്കാണ്, വണ്ടിയൊന്നും പാർക്ക് ചെയ്യാൻ പോലും സ്ഥലമില്ല. അങ്ങനെ അത് കഴിച്ച് നോക്കി. അടിപൊളി ടേസ്റ്റാണ്. കുറേ നട്ട്സും അങ്ങനെ എല്ലാം ഉണ്ട്. നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്. അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിക്കായിരുന്നു ജഗന്നാഥ ടെമ്പിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്ഷേത്രം. അപ്പോൾ നമ്മൾ വിചാരിച്ചു എന്നാൽ അവിടെയും കൂടെ ഇറങ്ങാം. അങ്ങനെ ഞങ്ങൾ ചെന്നത് ബാക്ക് സൈഡിലൂടെയായിരുന്നു. ഫ്രണ്ടിലേക്ക് വേറൊരു വഴിയാണ്. പക്ഷേ ഞങ്ങൾ ഈ വഴിയാണ് കയറിയത്. ഈ ഒരു ടെമ്പിളിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ 1920 ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച ഒരമ്പലമാണ്. പ്രതിഷ്ഠിച്ച ശിവൻ്റെ വിഗ്രഹം താഴ്ന്ന ജാതികൾക്കാർക്ക് വേണ്ടിയിട്ട് തുറന്നു കൊടുത്ത ഒരു ക്ഷേത്രമായിരുന്നു. അപ്പോൾ നമ്മളത് ഇവിടെ വന്നപ്പോൾ ഒരാൾ ഇവിടെ നിൽക്കുന്നു. നല്ല അടിപൊളിയായിട്ടുള്ളൊരു നായ്ക്കുട്ടനായിരുന്നു. അപ്പോൾ ഇവിടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ ഒരു വലിയൊരു ആലുണ്ട്. ഒരു നല്ലൊരു ഗ്രാമീണ പ്രദേശമാണ്. നല്ല രസമുള്ള ഒരു പാടവും ഒക്കെ ഉള്ളൊരു നല്ല അടിപൊളി സ്ഥലമാണ്. ഞങ്ങൾ എത്തിയത് 5 മണിയുടെ മുന്നേ ആയിരുന്നു. വൈകുന്നേരം 5 മണി തൊട്ടാണ് അമ്പലം ഓപ്പൺ ചെയ്യുക. പിന്നെ എനിക്കിവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഇതെന്ന് പറഞ്ഞാൽ ഈ ഒരു വലിയ അമ്പലക്കുളമാണ്. നല്ല അടിപൊളിയായിട്ടുള്ളൊരു അമ്പലക്കുളമാണ്. അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ അവിടെയൊക്കെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു. നല്ല അടിപൊളി ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റിയൊരു നല്ലൊരു കുളമാണ്. ഈ അമ്പലത്തിന് ചുറ്റും നമുക്ക് നടക്കാൻ പറ്റുമേ. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം ഫോട്ടോസൊക്കെ എടുത്ത് അവിടെ ഇരുന്നു. നല്ല കുറേ മീനുകളൊക്കെ ഉണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ള പീസ്ഫുള്ളായിട്ടുള്ളൊരു ഏരിയയാണ്. അപ്പോൾ നമ്മൾ 5 മണിയായപ്പോൾ അമ്പലം തുറന്ന് നമ്മൾ അതിനുള്ളിൽ കയറി തൊഴുതു. നല്ല അടിപൊളിയാണ്. അതിന് അകത്ത് കയറി തൊഴാനൊക്കെ നല്ല ഭംഗിയാണ്. നല്ലൊരു പീസ്ഫുള്ളായിട്ടുള്ള ഈവനിങ്ങിലൊക്കെ വന്ന് തൊഴാൻ പറ്റിയൊരു അടിപൊളി അറ്റ്മോസ്ഫിയറായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ പിന്നെ നമ്മൾ ഇറങ്ങി MRI ബേക്കറി കയറി ചായയൊക്കെ കുടിക്കായിരുന്നു. പിന്നെ നമ്മൾ അതിൻ്റെ മുന്നിൽ തന്നെയായിരുന്നു ഒരു പള്ളി ഉണ്ടായിരുന്നു. അങ്ങനെ മാതാവിനെയും കണ്ട് തൊഴുത് നമ്മൾ നേരെ വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് നമ്മുടെ മാഹിയിലുള്ളൊരു ക്രിസ്ത്യൻ പള്ളിയായിരുന്നു, മാതാവിൻ്റെ പള്ളി. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ നേരെ മാഹിയിൽ നിന്ന് പോവുകയാണ്. മാഹിയുടെ പ്രത്യേകത എല്ലാവർക്കും അറിയാമല്ലോ. നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ഒരു പ്രദേശമാണ്. ഇവിടെ എല്ലാ സാധനങ്ങൾക്കും വില കുറവാണ്. പ്രത്യേകിച്ച് നമ്മൾ ലിക്വറാണ് പറയുക. പക്ഷേ ഇവിടെ പെട്രോളിനും ഇതിനൊക്കെ നല്ല വില കുറവാണ്. അങ്ങനെ നമ്മൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ ഈവനിങ് ആയപ്പോൾ നമ്മൾ രാത്രിയായപ്പോൾ നല്ല ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നേരെ പോയി. അങ്ങനെ 8:30 ആയപ്പോൾ ഞങ്ങൾ ഡിന്നർ കഴിക്കാൻ വേണ്ടി കയറി. എല്ലാവരും നല്ല ക്ഷീണിച്ചായിരുന്നു. കാരണം കുറേ ലോങ് ഡ്രൈവ് ചെയ്യുമ്പോൾ നല്ല ക്ഷീണം ബുദ്ധിമുട്ടൊക്കെ വരും. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ നമുക്ക് തലേദിവസം ട്രെയിനിനൊക്കെ വന്നാൽ മതി എന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ ഇന്നൊരു നല്ല അടിപൊളി ദിവസമായിരുന്നു. എല്ലാവരും വിചാരിച്ച പോലെ, കുറേ കാലമായിട്ട് ആഗ്രഹിച്ച പോലെ നമുക്കിന്ന് മുത്തപ്പനെ കാണാൻ പറ്റി. അതുപോലെ കുറേ കാര്യങ്ങൾ നടന്നു. അപ്പം ഇനി നേരെ വീട്ടിലേക്ക് പോവുക, ഒന്ന് കിടന്നുറങ്ങുക. അപ്പം ഇത്രയുള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും ടാറ്റാ.